ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് RIT എഞ്ചിനീയറിംഗ് കോളേജ് പാമ്പാടി കോട്ടയത്താണ്. അപ്പോൾ ഇവിടെ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടെന്ന് ചോദിച്ചവർക്ക് വേണ്ടിയാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൻ്റെ അവിടെ നിന്ന് ഷോർട്ട് കട്ട് ചാടി നമുക്ക് താഴെ എക്സിറ്റിൻ്റെ അവിടെ എത്താൻ പറ്റും. ഫൈനൽ പ്രോജക്റ്റ് ആയിരിക്കുമല്ലോ. ഇന്ത്യൻ എക്സ്പ്രസ്, മാതൃഭൂമി, മനോരമ, ദേശാഭിമാനി, ദ ഹിന്ദു. വെൽക്കം യൂട്യൂബ്. അതുപോലെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ RITയുടെ വീഡിയോ ആണ്. കോട്ടയം ജില്ലയിലെ പാമ്പാടിക്കടുത്ത് നെടുങ്കുഴി എന്ന സ്ഥലത്താണ് RIT കോളേജ് സ്ഥിതി ചെയ്യുന്നത്. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. RIT ജംഗ്ഷനിൽ നിന്ന് കയറി വരുമ്പോഴത്തേക്കിന് ആദ്യം കാണുന്നത് കോളേജിന്റെ ഈ എൻട്രൻസ് ആണ്. അവിടുന്ന് കയറി വരുമ്പോഴത്തേക്കും ഈ ജംഗ്ഷനിലാണ് എത്തുന്നത്. ഇവിടെ നിന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത്. സിവിൽ ബ്ലോക്ക് അവിടെ ഉണ്ട്. 67 ഏക്കർ സ്ഥലത്താണ് കോളേജ് സ്ഥിതി ചെയ്യുന്നത്. 1991 കോളേജ് ഇവിടെ കോട്ടയം ജില്ലയിൽ പാമ്പാടി നെടുങ്കുഴി എന്ന സ്ഥലത്ത് കോളേജ് സ്ഥാപിക്കപ്പെടുന്നത്. 67 ഏക്കർ റബ്ബർ തോട്ടത്തിന്റെ പച്ചപ്പും ഹരിതാഭയും തിങ്ങി നിൽക്കുന്ന സ്ഥലത്താണ് RIT കോളേജ് തലയുയർത്തി നിൽക്കുന്നത്. ഇവിടെ ATM ഉണ്ട്, ക്യാഷ് എടുക്കാൻ പറ്റും. അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് ആണ് നമ്മുടെ. ഇപ്പം നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ആദ്യം വരുന്നത് ഇവിടാണ്. അപ്പോൾ ഇവിടെ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടെന്ന് ചോദിച്ചവർക്ക് വേണ്ടിയാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇലക്ട്രോണിക്സ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, സിവിൽ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. BTech ട്യൂഷൻ നോക്കുന്നവരാണ്. അതുപോലെ തന്നെ അടുത്ത വർഷത്തേക്ക് BTech ലാറ്ററൽ എൻട്രി പോളിടെക്നിക് ട്യൂഷൻ നോക്കുന്നവരാണ്. നിങ്ങൾക്ക് ബെസ്റ്റ് ഒരു ഓപ്ഷൻ ഉണ്ട്. സയൻസ് ടെക്കിൻ്റെ കോഴ്സുകളുണ്ട്. അതും അഫോർഡബിൾ പ്രൈസിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതുൽ ടെക്സിന്റെ കൂപ്പൺ കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് 5% ഡിസ്കൗണ്ട് കിട്ടും എല്ലാ ബാച്ചിനും. അപ്പം അതിന്റെ ഗൂഗിൾ ഫോമിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ നിന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ്. 2022 കണക്ക് പ്രകാരം 58 ഫേംസ് കോളേജിൽ നിന്ന് വിദ്യാർത്ഥികളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ഇത് PG കാരുടെ ഹോസ്റ്റലാണ്. അതുപോലെ തന്നെ താഴെ കാണുന്നതാണ് CS-ന്റെ ഡിപ്പാർട്ട്മെന്റ്. ഇത് കെവിൻ, ഇത് റിച്ചാർഡ് GC ഇടുക്കി, കെവിൻ RIT. 1999 RITയിൽ കമ്പ്യൂട്ടർ സയൻസ് നിലവിൽ വരുന്നത്. ഈ പുതിയ ബ്ലോക്ക് 2015 നിർമ്മിച്ചിട്ടുള്ളത്. പഴയ ഒരു കഫറ്റേറിയ ആണ്, പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യാതെ ഫുള്ള് കിടക്കുകയാണ്. ഒരുപാട് ഇരിക്കാൻ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പ്രകൃതി രമണീയമായ സ്ഥലം. ഇത് BRKന്റെ കെട്ടിടമാണ്, പുതിയ കെട്ടിടമാണ്. അപ്പോൾ ഇതാണ് BRKന്റെ പുതിയ കെട്ടിടം. RITയിൽ 2011 ആർക്കിടെക്ചർ നിലവിൽ വരുന്നത്. ഈ പുതിയ ബ്ലോക്ക് ഈ ഇടയ്ക്ക് 2023-24 കാലഘട്ടത്തിലാണ് ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. അതിന്റെ പുതുമ അത് നിലനിർത്തുന്നുണ്ട്. ഇത് കോളേജിന്റെ ലൈബ്രറിയാണ്. റോബോട്ടിക്സിന്റെ പുതിയ ബിൽഡിംഗ് RITയിൽ പണി നടക്കുന്നുണ്ട്. അവിടെ ഇത് BRKന്റെ ബിൽഡിംഗ് ആണ്, പുതിയ ബിൽഡിംഗ്. അടിപൊളിയായിട്ട് കാണുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. RITയുടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഓരോ സ്ഥലത്താണ് ഇരിക്കുന്നത്. അപ്പോൾ BRKൻ്റെ ഒരു സ്ഥലത്താണെങ്കിൽ മെക്കാനിക്കൽ അപ്പുറത്ത്. അതുപോലെ എൻട്രൻസിൽ നിന്ന് ഇവിടെ വരെ എത്തണമെങ്കിൽ ഏകദേശം 1 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. നടക്കാൻ നല്ല ദൂരമുണ്ട്. BRKൻ്റെ ബിൽഡിങ്ങിന് അടുത്ത് തന്നെ ഒരു കുളമൊക്കെ പോലെ സെറ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾ 2025 ഗേറ്റ് അല്ലെങ്കിൽ 2026 ഗേറ്റ് നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വിലക്കുറവിൽ ഞാൻ ഒരു കോഴ്സ് പരിചയപ്പെടുത്താം. വൺസിൻ്റെ ലേണിംഗ് ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് മാക്സിമം നിങ്ങൾക്ക് വേറെ എവിടെ ചോദിച്ചാലും കിട്ടാത്ത ഓഫർ പ്രൈസിൽ കിട്ടുന്നതാണ്. ഞാൻ അവരുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ നിങ്ങൾക്ക് നല്ല ഓഫറിലാണ് തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കയറാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ ചേരാവുന്നതാണ്. സിവിലിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണത്. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ലൈബ്രറി വരുന്നത്. ഇന്ത്യൻ എക്സ്പ്രസ്, മാതൃഭൂമി, മനോരമ, ദേശാഭിമാനി. RITയിലെ ലൈബ്രറിക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു ബിൽഡിംഗ് ഉണ്ട്. നക്ഷത്ര ആകൃതിയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഒരുപാട് പുസ്തകങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ലൈബ്രറി. ഇരുന്ന് വായിക്കാനും അതുപോലെ തന്നെ നമുക്ക് വൈഫൈ യൂസ് ചെയ്യാനും സാധിക്കും. കമ്പ്യൂട്ടർ ആക്സസിബിലിറ്റിയും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈബ്രറിക്ക് അടുത്ത് ഒരു കഫറ്റേറിയ ഉണ്ട്. അവിടെ ചെറുകടികൾ അതുപോലെ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ചായ കാര്യങ്ങളെല്ലാം അവിടെ ലഭിക്കും. അവിടെ ഇരുന്ന് തന്നെ കഴിക്കാൻ വേണ്ടി അടുത്ത് 2-3 ഹട്ടുകൾ പോലെ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സിവിൽ ഡിപ്പാർട്ട്മെന്റ്. ഇതിന്റെ മുൻപിൽ കൂടിയാണ് നമ്മൾ അടുത്ത ഡിപ്പാർട്ട്മെന്റിലോട്ട് പോകുന്നത്. ഇവിടെ ജിമ്മുണ്ട്. അവിടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. ഇതാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. നമുക്ക് ഇതിനകത്ത് കയറി നോക്കാം. മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. അവിടെ EEE. ഇവിടെ ഇരിക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ, കൊള്ളാം. മാതിരി ക്ലാസ് റൂമാണ്. ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് പണിതാണ്. അതാണ് വിന്റേജ് ലുക്ക്. താഴെ കാണുന്ന ബിൽഡിംഗ് ആണ് ഓഡിറ്റോറിയം, അതുപോലെ തന്നെ മെക്കാനിക്കൽ വർക്ക്ഷോപ്പുകൾ. ഇത് പിള്ളേരുണ്ടാക്കിയതാ.
ഇത് SIയുടെ ബാഹയ്ക്ക് പോകുന്നതായിരുന്നു. ആ ബഗ്ഗി അവാർഡൊക്കെ മേടിച്ച സംഭവങ്ങളായിരുന്നു. ഇതെന്തോ പ്രൊജക്റ്റാന്ന് തോന്നുന്നു. ഫൈനൽ പ്രൊജക്റ്റ് ആയിരിക്കുമല്ലോടാ. ഇവിടെ ഒരു നീല ഫിൽറ്റർ വന്നിരിക്കുന്നത് മണ്ടയിലത്തെ അക്രിലിക്കിന്റെ ഷീറ്റ് കൊണ്ട് കേട്ടോ. അപ്പോൾ ഈ 55 എന്ന ഈ ബഗ്ഗി ഉണ്ടാക്കിയ ടീമിൽ എൻ്റെ കൂടെ പോളിടെക്നിക്കിൽ പഠിച്ച സ്റ്റെബിനും ഉണ്ടായിരുന്നു. ഇതിൻ്റെ റൈഡർ സ്റ്റെബിനായിരുന്നു. അതിൻ്റെ ഒരുപാട് ഫോട്ടോസ് ഞാൻ കണ്ടിരുന്നു. അപ്പം അവരുടെ ടീം ഉണ്ടാക്കിയത് നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാൻ. ഇലക്ട്രിക് വെഹിക്കിളാണ്. കോളേജ് ക്യാൻറ്റീൻ, താഴെ ഗ്രൗണ്ട്. കോളേജിലെ എല്ലാ മത്സരങ്ങളും ഈ ഗ്രൗണ്ടിൽ വെച്ചാണ് നടക്കുന്നത്. അതുപോലെ തന്നെ കോളേജിൻ്റെ ടെക് ഫെസ്റ്റ് ആയ ഋതുവിൻ്റെ പ്രോ ഷോസും ഈ ഗ്രൗണ്ടിൽ വെച്ചായിരുന്നു. ഡ്രൈവേഴ്സിൻ്റെ ക്വാർട്ടേഴ്സാണ്. ഇലക്ട്രിക്കൽ ബ്ലോക്കാണ്. അപ്പോൾ ഗൈസ് EC ബ്ലോക്കാണത്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിങ്ങിൻ്റെ ക്ലാസ്സുകൾ, സെമിനാർ ഹാളുകൾ, ലാബുകൾ, കാര്യങ്ങളെല്ലാം ഈ ബിൽഡിങ്ങിലാണ് വരുന്നത്. പുതിയ മെൻസ് ഹോസ്റ്റലാണ്. ഇത് ഓടാത്ത 3 ബസ്. കോട്ടയം ജില്ലയുടെ പല ഭാഗത്തേക്കും കോളേജ് ബസ് സൗകര്യമുണ്ട്. അതുപോലെ തന്നെ കോളേജിൻ്റെ അടുത്തായിട്ട് പ്രൈവറ്റ് ഹോസ്റ്റലുകളും ഒരുപാടുണ്ട്. ഇത് ലേഡീസ് ഹോസ്റ്റലാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൻ്റെ അവിടെ നിന്ന് ഷോർട്ട് കട്ട് ചാടി നമുക്ക് താഴെ എക്സിറ്റിൻ്റെ അവിടെ എത്താൻ പറ്റും. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. BTech ട്യൂഷൻ നോക്കുന്നവരാണ്, അതുപോലെ തന്നെ അടുത്ത വർഷത്തേക്ക് BTech ലാറ്ററൽ എൻട്രി പോളിടെക്നിക് ട്യൂഷൻ നോക്കുന്നവരാണ്, നിങ്ങൾക്ക് ബെസ്റ്റ് ഒരു ഓപ്ഷൻ ഉണ്ട്. സയൻസ് ടെക്കിൻ്റെ കോഴ്സുകളുണ്ട്. അതും അഫോർഡബിൾ പ്രൈസിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതുൽ ടെക്സിൻ്റെ കൂപ്പൺ കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് 5% ഡിസ്കൗണ്ട് കിട്ടും എല്ലാ ബാച്ചിനും. അപ്പം അതിൻ്റെ ഗൂഗിൾ ഫോമിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ നിന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഗേറ്റ് 2025, 2026 നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണ് മഡ്സിൻ്റെ കോച്ചിങ്. നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റിൽ ഗേറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് പിൻ ചെയ്തിടാം. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഫില്ല് ചെയ്താൽ മതി. മഡ്സിൻ്റെ അതോറിറ്റീസ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.